ഇന്നത്തെ ഹർത്താൽ ദിനത്തിൽ ഏറ്റവും കൂടുതൽ മർദ്ദനത്തിന് കലാപകാരികളുടെ ഏറ്റവും വലിയ മർദ്ദനത്തിന് ഇരയായത് മാധ്യമങ്ങളാണ്. മാധ്യമങ്ങൾക്ക് നേരെ സംഘടിതമായ ആക്രമണമാണ് മിക്ക ജില്ലകളിലും ഇന്നുണ്ടായിട്ടുള്ളത്. ഏറ്റവും ഇപ്പോൾ ഈ സംഭവം നടക്കുന്ന സമയത്ത് പോലും ഡൽഹിയിലടക്കം മാധ്യമങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായതുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. മാധ്യമങ്ങളെ അപ്പാടെ ആക്രമിക്കുകയും ദൃശ്യങ്ങൾ എടുക്കുന്നതിൽ നിന്ന് വിലക്കുകയും അവരുടെ ക്യാമറകൾ പിടിച്ചു വാങ്ങുകയും ഒക്കെ ഈ സംഘപരിവാർ സംഘടനകളുടെ ഒരു സ്ഥിരം രീതിയായി മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ദിനത്തിൽ എന്ന് വേണം കരുതാൻ. ശബരിമല വിഷയം തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ നമ്മൾ കണ്ടതാണ്. ശബരിമലയിൽ സന്നിധാനത്തടക്കം മാധ്യമ പ്രവർത്തകർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള അക്രമങ്ങൾ, നിലയ്ക്കലിൽ നേരിടേണ്ടി വന്നിട്ടുള്ള അക്രമങ്ങൾ, അവിടത്തേക്ക് പോകാൻ ശ്രമിച്ച, വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ച ദേശീയ മാധ്യമത്തിലെ അടക്കം വനിതാ മാധ്യമ പ്രവർത്തകരെ അടക്കം പുതിരി തല്ലുന്ന ദൃശ്യങ്ങളും കാഴ്ചകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ ഹർത്താൽ ദിനത്തിൽ വലിയ രീതിയിൽ അക്രമം മാധ്യമപ്രവർത്തകർക്ക് നേരിടേണ്ടി വന്നു. മീഡിയ വണ്ണിൻ്റെയും നിരവധിയായിട്ടുള്ള ക്യാമറമാൻമാർക്കും റിപ്പോർട്ടർമാർക്കും ഒക്കെ പരിക്കേറ്റിട്ടുണ്ട്. ഇന്ന് അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിഷേധം മാധ്യമപ്രവർത്തകരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായി. BJPയുടെ സമരങ്ങളെ ഒന്നാകെ ബഹിഷ്കരിക്കുന്ന ഒരു സമീപനം ഇന്ന് മാധ്യമപ്രവർത്തകർക്ക് ഒറ്റക്കെട്ടായി എടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം അവിടേക്ക് പോയാൽ വലിയ രീതിയിൽ മർദ്ദനമേൽക്കുന്ന ഒരു ഘട്ടം വന്നു. ഇന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ്റെ ആയാലും KP ശശികലയുടെ ആയാലും K സുരേന്ദ്രൻ്റെ ആയാലും ഒക്കെ വാർത്താ സമ്മേളനങ്ങൾ ബഹിഷ്കരിച്ചുകൊണ്ടാണ് മാധ്യമ പ്രവർത്തകർ ഇതിനോട് പ്രതിഷേധിച്ചിട്ടുള്ളത്. അവർക്ക് അവരുടെ ജോലി കൃത്യമായി ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നു. കോഴിക്കോട് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ക്യാമറാമാൻമാരെ മർദ്ദിക്കുന്നു, ക്യാമറകൾ നിലത്തിട്ട് അത് നശിപ്പിക്കുന്നു. ഇന്ന് മീഡിയ വണ്ണിൻ്റെ അടക്കം ക്യാമറാമാൻമാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു, അവരെ മർദ്ദിക്കുകയും ചെയ്തു. നമ്മളെന്തായാലും അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിലേക്ക് പോവുകയാണ്. കോഴിക്കോട് ഉണ്ടായിട്ടുള്ള സംഭവങ്ങളും ഒപ്പം മീഡിയ വണ്ണിൻ്റെ അടക്കം ക്യാമറാമാനുണ്ടായിട്ടുള്ള മർദ്ദനവും എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളതിൻ്റെ വിശദമായ വിവരം ഷിത ജഗത്ത് നൽകും. കോഴിക്കോട് ഇന്നലെയും ഇന്നുമായി വ്യാപകമായൊരു പ്രതിഷേധമായിരുന്നു സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇന്നലെ നടത്തിയത് ഇന്ന് നടത്തുന്ന ഹർത്താലിനോട് മുന്നോടിയായിക്കൊണ്ടൊരു പ്രകടനം ശബരിമല കർമ്മസമിതിയുടെ പേരിൽ സംഘപരിവാർ സംഘടനകൾ നടത്തുകയുണ്ടായി. അതിനെ തുടർന്ന് നഗരം മുഴുവൻ അക്രമം അഴിച്ചുവിടുകയായിരുന്നു. ആദ്യം തന്നെ അക്രമം നേരിട്ട മാധ്യമ സ്ഥാപനം എന്ന് പറയുന്നത് റിപ്പോർട്ടർ ചാനലായിരുന്നു. റിപ്പോർട്ടർ ചാനലിൻ്റെ റീജിയണൽ ഓഫീസ് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിനോട് ചേർന്നാണ്. അവിടെ വെച്ചുകൊണ്ട് അവിടെ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്ന വനിതാ റിപ്പോർട്ടർ സുസ്മിതയെ അക്രമികൾ കാണുകയും തുടർന്ന് സുസ്മിതയുടെ കയ്യിൽ നിന്ന് ഫലമായി ഫോൺ പിടിച്ചു വാങ്ങുകയും ചെയ്തു. ഓഫീസിന് നേരെ കല്ലേറുണ്ടായി. അവിടുത്തെ മറ്റ് ജേർണലിസ്റ്റുകൾക്കും റിപ്പോർട്ടർക്കും ക്യാമറാമാനും എല്ലാം കയ്യേറ്റം ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. പിന്നീട് തുടരെയുള്ള അക്രമങ്ങൾ അഴിച്ചുവിടുകയായിരുന്നു. ഇത് ദൃശ്യങ്ങൾ പകർത്തുന്നവരെ ക്യാമറ ഉൾപ്പെടെ തല്ലിപ്പൊളിക്കുമെന്നുള്ള ഭീഷണിയെ ഉയർത്തിക്കൊണ്ടായിരുന്നു ആ പ്രകടനം മുഴുവൻ ഉണ്ടായിരുന്നത്. പിന്നീട് എത്തുമ്പോൾ വില്ലുവണ്ടി പ്രവർത്തകർ ഇന്നലെ കനകദുർഗയ്ക്കും ഒപ്പം തന്നെ ബിന്ദുവിനും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പരിപാടി ആസൂത്രണം ചെയ്തിരുന്നു. അവർക്കൊരു അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി. ആ പരിപാടി ആസൂത്രണം ചെയ്ത സമയത്ത് അവർക്കെതിരെ ഭീകരമായുള്ള രീതിയിൽ തന്നെ അക്രമമുണ്ടായി. അത് ചിത്രീകരിക്കാൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകർക്ക് നേരെയും അക്രമമുണ്ടായി. വളഞ്ഞിട്ട് തല്ലുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. ക്യാമറാമാൻമാർക്കും ഒപ്പം ഫോട്ടോഗ്രാഫർമാരെയും എല്ലാം വളഞ്ഞിട്ട് തല്ലുകയുണ്ടായി. അതിനെ തുടർന്നാണ് ഇന്നും നടത്തിയ അവരുടെ മാർച്ച്, ഹർത്താലിനോടനുബന്ധിച്ച് നടത്തിയ ഒരു മാർച്ച് ഉണ്ടായിരുന്നു. അതിലും വലിയ തോതിലുള്ള അക്രമമുണ്ടായി. മിഠായിത്തെരുവ് കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു മാധ്യമപ്രവർത്തകരെല്ലാം തന്നെ രാവിലെ നിന്നിരുന്നത്. കാരണം മിഠായിത്തെരുവിൽ നിന്ന് വ്യാപാരികൾ കടകൾ തുറക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. കടകൾ 10 മണിയോട് കൂടെ തുറക്കുകയും ചെയ്തു. അതിനുശേഷം മുതലക്കുളത്ത് നിന്ന് പ്രകടനമായി എത്തിയ RSS സംഘപരിവാർ പ്രവർത്തകർ നേരെ മിഠായിത്തെരുവിലേക്ക് ഇരച്ചു കയറുകയാണ് ഉണ്ടായത്. അവിടെ നിന്നും കണ്ണിൽ കണ്ടതെല്ലാം അടിച്ചു തകർക്കുന്ന ഒരു സമീപനമായിരുന്നു. കടകൾക്ക് നേരെയുള്ള വ്യാപകമായ അക്രമം ഉണ്ടായി. പിന്നീടാണ് നമ്മുടെ ക്യാമറാമാൻ ഇർഷാദ് ആ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു. അതായത് ഒരു മാർക്കറ്റിനുള്ളിലേക്ക് അക്രമികൾ കയറിയ സമയത്ത് ആ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടയ്ക്കാണ് ഇർഷാദിന് നേരെ കല്ലേറുണ്ടായി. ഇർഷാദ് ഒപ്പമുണ്ട്. ഇർഷാദ്, എന്തായിരുന്നു സംഭവം? നമ്മൾ ഇന്ന് ഈ ഹർത്താലുമായി ബന്ധപ്പെട്ട് നേരത്തെ അവിടെ പോയിട്ടുണ്ട്. ഞാൻ സാജിദാണ് ആദ്യം പോയത്. പിന്നെ നമ്മൾ രണ്ടുപേരും ഉള്ളിലേക്ക് വന്നു. കാരണം മിഠായിത്തെരുവിലേക്ക് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് എൻട്രി ഉണ്ടായതുകൊണ്ട് തന്നെ പല വഴിക്കാണ് ഈ സംഘപരിവാർ പ്രവർത്തകർ വരുന്നത്. അപ്പം ഏതൊക്കെയോ വഴിയിലൂടെ അവർ ചില ബിൽഡിങ് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എവിടെയൊന്നും അറിയുന്നില്ല. അപ്പം ഒരു സ്ഥലത്ത് ഈ വ്യാപാരികൾ പറയുന്നു, എന്താ ബിംബിനോ മാർക്കറ്റിനകത്ത് സംഘപരിവാർ പ്രവർത്തകരുണ്ടെന്ന് ഈ വ്യാപാരികൾ പറഞ്ഞപ്പോൾ പോലീസ് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാണ്. ആ പോലീസ് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാനും കൂടെ പോകുന്നുണ്ട്, ഞാനടക്കമുള്ള മാധ്യമപ്രവർത്തകർ കൂടെ പോകുന്നുണ്ട്. അപ്പം പരക്കേറിയാണ്. ഏത് ഭാഗത്തുനിന്ന് കയറി നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഇവർ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് പരക്ക് കയറി വന്ന സമയത്താണ് എനിക്ക് കൊണ്ടത്. എനിക്ക് വയറിനാണ് കൊണ്ടത്. അതോടൊപ്പം തന്നെ ചില മാധ്യമപ്രവർത്തകർക്കും കൊണ്ടുവന്നു, ചില പോലീസുകാർക്കും അവിടെ അന്ന് കൊള്ളുന്നു ഏറി കൊണ്ടിട്ടുണ്ട്.
എനിക്ക് തോന്നുന്നു ശബരിമല വിഷയത്തോടു കൂടി, ശബരിമല വിധി വന്നതോടുകൂടി മാധ്യമപ്രവർത്തകരെ മനഃപൂർവ്വം അറ്റാക്ക് ചെയ്യുന്നൊരവസ്ഥ, മനഃപൂർവ്വം അറ്റാക്ക് ചെയ്യുന്നൊരവസ്ഥയുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ന് പിന്നെ ഇവിടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലം ഉണ്ടായിരുന്നല്ലോ, BHPയുടെ കാര്യാലയം കൂടിയായി പ്രവർത്തിക്കുന്ന ഗണപതി മാരിയമ്മൻ ക്ഷേത്രം, അവിടെ വെച്ചിട്ടും മാധ്യമപ്രവർത്തകരെ അസഭ്യം പറയുന്നുണ്ടായിരുന്നു. അസഭ്യം പറയുന്നു മാത്രമല്ല, നമ്മുടെ ബൈറ്റ് ഉണ്ട്, അത് ആംബിയൻസ് ബൈറ്റ് ആണെങ്കിൽ പോലും അവർ കൃത്യമായിട്ട് വർഗീയത ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ സംസാരിക്കുന്നു. അതുമാത്രമല്ല മാധ്യമപ്രവർത്തകരെ ക്യാമറമാരുടെ കൈയും കാറും തല്ലുപിടിക്കുന്നു പറയുന്നൊരു ബൈറ്റ് നമ്മുടെ അടുത്തുണ്ട്. അഥവാ ഇവർ ആസൂത്രിതമായിട്ട് മാധ്യമപ്രവർത്തകരെ അറ്റാക്ക് ചെയ്യാനായിട്ട് നിൽക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇർഷാദ് പറഞ്ഞതുപോലെ തന്നെയാണ്. കാരണം ഇത് കോഴിക്കോട് ഉണ്ടായിട്ടുള്ള സംഭവമാണ് ഷിത ജഗത്ത് നൽകിയത്. കോഴിക്കോട് മാത്രമല്ല തിരുവനന്തപുരത്തും സമാനമായിട്ടുള്ള സംഭവങ്ങൾ നിരവധിയായി ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇന്ന് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ചയായതും ഷെയർ ചെയ്യപ്പെട്ടതും ഒരു വനിതാ മാധ്യമപ്രവർത്തക ക്യാമറയിൽ പിടിച്ച് കരഞ്ഞുകൊണ്ട് ദൃശ്യങ്ങൾ പകർത്തുന്ന ഒരു ഫോട്ടോയാണ് ഇന്ന് ഒരുപക്ഷെ സമൂഹ മാധ്യമങ്ങളിലടക്കം ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യപ്പെട്ടത്. ഇത്തരം സമരമുഖത്ത് മാധ്യമപ്രവർത്തകർക്ക് അനുഭവിക്കേണ്ടി വരുന്നതിൻ്റെ നേർചിത്രമായിരുന്നു ആ ഫോട്ടോ. വലിയ പ്രതിഷേധം ആ വനിതാ മാധ്യമപ്രവർത്തകർക്ക് അവിടെ നേരിടേണ്ടി വന്നു. അതിനിടയിലും ദൃശ്യങ്ങൾ പകർത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇത് പത്രത്തിൽ വരികയും അത് സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയാവുകയും ചെയ്തു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ സമരങ്ങളെ ബഹിഷ്കരിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് മാധ്യമപ്രവർത്തകർ എത്തിയിട്ടുള്ളത്. കൈരളി TV-യിലെ ക്യാമറമാനായിട്ടുള്ള ഷാജിലയാണ് ഈ സമരത്തെ നേരിട്ടത്. എന്തായാലും ഷാജില മാത്രമല്ല നിരവധിയായിട്ടുള്ള ക്യാമറാമാൻമാർക്ക് അവിടെ മർദ്ദനമേറ്റിട്ടുണ്ട്. മീഡിയ വണ്ണിൻ്റെ അടക്കം ഞങ്ങളുടെ കൊല്ലത്തെ ക്യാമറാമാനായാലും തിരുവനന്തപുരത്ത് തന്നെയുള്ള ക്യാമറാമാനും ടെക്നീഷ്യന്മാർക്കുമൊക്കെ ഓരോ സ്ഥാപനങ്ങളുടെ പേര് പറഞ്ഞ് തിരഞ്ഞു പിടിച്ചവരെ മർദ്ദിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്നലെയും ഇന്നുമായി തലസ്ഥാന നഗരിയും മറ്റ് ജില്ലകളിലും ഒക്കെ കണ്ടിട്ടുള്ളത്. ക്രൂരമായി അവരെ മർദ്ദിക്കുകയും ക്യാമറകൾ പിടിച്ചു വാങ്ങുകയും ദൃശ്യങ്ങൾ പകർത്തുന്നതിൽ നിന്ന് അവരെ വിലക്കുകയും ചെയ്യുന്നു. എന്തായാലും ഷാജിലയ്ക്കുണ്ടായിട്ടുള്ള അനുഭവം കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ കേൾക്കേണ്ടതുണ്ട്. കൃപാനാരായണൻ ഷാജിലയുമായി സംസാരിക്കും. ശബരിമലയിൽ 2 സ്ത്രീകൾ പ്രവേശിച്ചതിന്റെ പേരിൽ ഇന്നലെയും ഇന്നുമായി സംസ്ഥാനത്താകെ BJP സംഘപരിവാർ പ്രവർത്തകർ അക്രമം നടത്തുകയാണ്. പ്രധാനമായും മാധ്യമപ്രവർത്തകരെ ഉന്നം വെച്ചുകൊണ്ടാണ് ഈ അക്രമങ്ങൾ നടക്കുന്നത്. ഇന്നലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വലിയ തോതിൽ അക്രമികളുടെ അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു നടന്നിരുന്നത്. ഈ ആക്രമണത്തിൽ വിവിധ മാധ്യമപ്രവർത്തകർക്ക് പരിക്കേറ്റിരുന്നു. മീഡിയ വൺ ക്യാമറ പേഴ്സൺ രാജേഷ് വടകര, ഒപ്പം ടെക്നീഷ്യൻ അംജദ്, ഡ്രൈവർ സുമേഷ്, കൊല്ലത്തെ ക്യാമറാമാനായ ബിജു തുടങ്ങിയവർക്കൊക്കെ പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. കൈരളി TV-യിലെ ക്യാമറ പേഴ്സണായ ഷാജിലയ്ക്കും ഈ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. ഷാജില തന്നെ നമ്മളോട് ഈ ആക്രമണത്തെ തുടർന്നുണ്ടായ ആ സംഭവങ്ങളെല്ലാം തന്നെ നമ്മളോട് ഇപ്പോൾ വിശദീകരിക്കുകയാണ്. എന്താ ശരിക്കും സംഭവിച്ചത് സെക്രട്ടറിയുടെ മുന്നിൽ? ഈ പറഞ്ഞതുപോലെ ഇന്നലെ ഞങ്ങൾ ശബരിമല വിഷയത്തിലുള്ള റിയാക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് BJPയുടെ സമരപ്പന്തലിൽ പോയതാണ്. എല്ലാ മാധ്യമപ്രവർത്തകരും ഉണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം അവരുടെ റിയാക്ഷൻ എടുത്തത് കഴിഞ്ഞിട്ട് MT രമേശ് മാധ്യമങ്ങളെ കാണാമെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാം അവിടെ ആയിരുന്നു. അതിനുശേഷം MT രമേശ് ഒന്ന് വൈറ്റ് തന്നതിന് ശേഷം പുള്ളിയോടെ പ്രസംഗിച്ചു. അതെല്ലാവരും വിഷ്വലെടുത്തു. അത് മുഴുവൻ റോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ പറയുന്നത് ഒരു പ്രതിഷേധ മാർച്ച് ഉണ്ടെന്നാണ്. പ്രതിഷേധ മാർച്ച് ഞങ്ങൾ വെയിറ്റ് ചെയ്തൊരു 12 മണിയൊക്കെ കഴിഞ്ഞു. രാവിലെ തൊട്ട് ഞങ്ങളെല്ലാവരും BJP സമരപ്പന്തലിലുണ്ട് ഷൂട്ടിൻ്റെ ആവശ്യത്തിനായിട്ട്. അപ്പോൾ ഈ പ്രതിഷേധ മാർച്ച് വരുന്ന സമയത്ത് തന്നെ അവർ ഭയങ്കര പ്രകോപനപരമായി ഭയങ്കര അഗ്രസീവായിട്ടാണ് വന്നത്. ആ ലെഫ്റ്റ് സൈഡിലിരുന്ന എല്ലാ ഫ്ലെക്സ് ബോർഡും തകർത്തുകൊണ്ടാണ് ഇവർ വന്നത്. അപ്പോൾ ഞങ്ങൾ ആ വിഷ്വൽ നിൽക്കുമ്പോൾ News 18-ൻ്റെ ഒരു OB വാനിൻ്റെ ഡ്രൈവർ, അവരുടെ ഒരു ടെക്നിക്കൽ അസിസ്റ്റൻ്റ് പുള്ളിനെ ഇവർ ഒരു 4-5 പേര് അടിക്കാനായിട്ട് പിടിച്ചു. ആ വിഷ്വൽ എടുക്കാൻ വേണ്ടി ഞാനും മാതൃഭൂമിയിലെ ക്യാമറാമാൻ ബിജു ചേട്ടനും കൂടെ അപ്പുറത്തിറങ്ങി. ഞങ്ങളത് അവരുടെ വിഷ്വൽ എടുക്കാൻ പോകുമ്പോഴേക്കും ആ സന്തോഷ് രവീനെ വിട്ടിട്ട് അവർ ഞങ്ങളുടെ നേരേക്ക് ചാടി. ഞാൻ അന്നേരം ഓടി മുന്നിലോട്ട് പോയപ്പം സ്റ്റാച്യു മെഡിക്കൽ സ്റ്റോറിൻ്റെ അവിടെ കുറേ ഫ്ലെക്സ് ബോർഡ് ഇരിപ്പുണ്ടായിരുന്നു. അത് ഇവരൊരു 8 പേര് വന്ന് ചവിട്ടി പൊട്ടിക്കുന്ന ആ വിഷ്വൽ മുഴുവൻ ഞാൻ എടുത്തു. അതെടുക്കുമ്പോൾ ഒരു 8 പേര് എന്നെ ചുറ്റും കൂടിയിട്ട് നിന്നോട് എടുക്കല്ലേ എന്നല്ലടി പറഞ്ഞത്, ഇത് ഏതെങ്കിലും ഒരു TV-യിൽ ഇപ്പോൾ ഇങ്ങനെയൊന്നല്ല, അവരുടെ നിലവാരത്തിലുള്ള കുറേ വാക്കുകളൊക്കെയാണ് പറഞ്ഞത്. ഇതിങ്ങനെ ഏതെങ്കിലും TV-യിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിന്നെ കൊന്നുകളയും, അല്ലെങ്കിൽ നിൻ്റെ നീ ക്യാമറ ഓൺ ചെയ്താൽ നിൻ്റെ ക്യാമറ അടിച്ച് പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ വിഷ്വൽ എടുക്കുന്ന ഞാനും മീഡിയ വണ്ണിൻ്റെ ക്യാമറാമാൻ രാജേഷ് വടകര ഞങ്ങളെ നേരെ ഇവർ ചാടി വരുന്ന അന്നേരം ഞങ്ങൾ വിഷ്വൽ എടുത്തേന്. ഇവർ രാജേഷിനെ പിടിക്കുകയും വലിക്കുകയും ചെയ്യുമ്പോഴത്തേന് ക്യാമറയും ഈ ബാക്ക് പാക്കൊക്കെ വലിക്കുമ്പോൾ അത് പിടിച്ച് രക്ഷിക്കുക. അപ്പോൾ ഇവരെ 3 പേരെ അടിക്കുന്ന വിഷ്വൽ ഞാൻ എടുക്കുമ്പം പുറകിൽ നിന്ന് ഒരാൾ വന്നിട്ട് എൻ്റെ വലത്ത് ഷോൾഡറിൽ ക്യാമറ ഇരിക്കുകയായിരുന്നു. എൻ്റെ ക്യാമറയുടെ ഹാൻഡിലിൽ പിടിച്ച് ഇവൻ പുറകിലേക്ക് വലിക്കുമ്പോൾ ഞാൻ ക്യാമറ വിട്ടുകൊടുത്തില്ല. അപ്പോൾ ഞാൻ ക്യാമറയോട് കൂടി എന്നെ ചുറ്റി. ഇതാണ് ഷാജിലയ്ക്കുണ്ടായിട്ടുള്ള അനുഭവം. ആ സമരമുഖത്ത് നിന്ന് ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ ഒരു തരത്തിലും അത് പകർത്താൻ അനുവദിക്കാതെ
ഷാജിലയും മറ്റ് ക്യാമറമാൻ മീഡിയ വണ്ണിൻ്റെ രാജേഷ് വടകര അടക്കമുള്ള ആളുകളെ വളഞ്ഞിട്ട് മർദ്ദിക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഇനി നമുക്ക് കൊല്ലത്തും സമാനമായ രീതിയിലുള്ള സംഭവം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. മീഡിയ വണ്ണിന് വേണ്ടി ദൃശ്യങ്ങൾ പകർത്തിയ ബിജുവിനും വലിയ മർദ്ദനം ഈ സംഘപരിവാർ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് നേരിടേണ്ടി വന്നു. ബിജുവിന് ഇന്നലത്തെ സംഭവത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. സംഘപരിവാറിൻ്റെ പ്രകടനം വരുന്നത് കണ്ടുകൊണ്ട് ഞങ്ങൾ കാറിൽ പോവുകയായിരുന്നു. ഞങ്ങൾ കാറിൽ നിന്ന് ഇറങ്ങുകയും ഷൂട്ട് ചെയ്യാനായിട്ട് ക്യാമറ എടുത്തുകൊണ്ട് ഇറങ്ങി വളരെ ദൂരെ നിന്നാണ് ഞങ്ങളത് കാണുന്നത്. അങ്ങനെ ദൂരെ നിന്ന് തന്നെ ഷൂട്ട് ചെയ്യാനായിട്ട് ക്യാമറ എടുത്തുകൊണ്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇവർ വളരെ ഇതായിട്ട് ആക്രോശിച്ചുകൊണ്ട് വരികയും എന്തുകൊണ്ടാണ് എടുക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കര ബഹളം വെച്ചുകൊണ്ട് വരികയും അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ലെന്നും പറഞ്ഞ് അങ്ങോട്ട് ക്യാമറ മാറ്റി അങ്ങ് മാറി നിൽക്കുകയും അങ്ങോട്ട് 100 മീറ്ററോളം ഞാൻ ഓടി മാറുകയും ചെയ്തു. ഇവരെ പിറക്കെ ആക്രമിക്കാനായിട്ട് ഓടി വരികയും ഞാനങ്ങനെ ഓടി മാറി 100 മീറ്ററോളം ഓടി. ഇവർ പിറക്കെ ഓടി വരികയും ഞാൻ ഓടിപ്പോകുന്നതിലേക്ക് എന്നെ എൻ്റെ ബാക്കിൽ ചവിട്ടി എന്നെ മറിച്ചിടുകയും ഞാൻ ക്യാമറയായിട്ട് മറിഞ്ഞു വീണ് അവിടെ ഇട്ട് തന്നെ അവർ ഭീകരമായിട്ട് മർദ്ദിക്കുകയും, അതായത് നിലത്തിട്ട് മർദ്ദിക്കുന്ന ഒരു ഘട്ടം വരെ അവിടെ ഉണ്ടായി എന്നാണ് ബിജു പറയുന്നത്. അപ്പോൾ ഇത് ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. എല്ലാ മാധ്യമ സ്ഥാപനങ്ങളിലെയും തിരഞ്ഞു പിടിച്ചുകൊണ്ട് അവർ മർദ്ദിക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവരോടൊക്കെ ഈ മാധ്യമപ്രവർത്തകർക്ക് പറയാനുള്ളത്, നിങ്ങൾ എത്ര മർദ്ദിച്ചാലും എത്ര വായടപ്പിക്കാൻ ശ്രമിച്ചാലും ഈ തൊഴിൽ എന്നുള്ളത് ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും എന്നാണ് എല്ലാവരും ഒറ്റക്കെട്ടായി ഈ സമരാനുകൂലികളോട് പറയുന്നത്. ഇത്തരം ആളുകളുടെ പ്രതിഷേധങ്ങളും സമരപരിപാടികളും ബഹിഷ്കരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചതിനുള്ള കാരണവും ഈ രീതിയിൽ മാധ്യമപ്രവർത്തകർക്ക് തൊഴിലിടങ്ങളിൽ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ അതിക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെയാണ്.